പറയുന്നേ. ആർക്കാ തർക്കം? ആർക്കാണ് തർക്കം? അല്ല, ജാൻമണിയെ തന്നെ തള്ളി പറഞ്ഞു. ജാൻമണിയെ തന്നെ തള്ളി പറഞ്ഞു. ഇവിടെ ശ്യാംരാജ് വന്നിരുന്ന ഒരു നാലാംകിട വൃത്തികേട് പറഞ്ഞിട്ട് മാപ്പ് പറയാൻ മടിയില്ലാത്ത ഒരുത്തിന് വേണ്ടി ന്യായീകരിക്കുക. ഇവിടെ നാലാംകിട വൃത്തികേട് വർത്താനം പറഞ്ഞിട്ട് അതിലൊട്ടും ഖേദമില്ലാത്ത ഒരു മനുഷ്യവിരുദ്ധത്തിന് വേണ്ടി ന്യായീകരണം പറയാ. ശ്യാംരാജ് കഷ്ടമാണേ. ശ്യാംരാജൊക്കെ ബോധവും വിവരമുള്ള മനുഷ്യരല്ലേ, അങ്ങനെ ചെയ്യാവോ? വെറും ഫേക്കാണ് നിങ്ങൾ. ഹാഷ്മി എന്ന് പറയുന്നയാൾ വെറും ഫേക്കാണ്. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങളുടെ തുടക്കത്തിലെ ലെവലേശമെങ്കിലും നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. നോക്കൂ, സംഘപരിവാർ സൈദ്ധാന്തികൻ ടി ജി മോഹൻദാസ് അകത്തായിരിക്കുന്നു. ഇവിടെ ഭരിക്കുന്നത് വിജയന്റെ പോലീസല്ല, RC-യുടെ പോലീസാണ്. ഇവിടെ ഒരു സർക്കാരുണ്ട് സാർ എന്ന മട്ടിലാണ് ഇന്നലെ തൊട്ട് സൈബർ തള്ള ഒരു മയത്തിലൊക്കെ വേണം. ആ കുട്ടികളെ വെടിവെച്ചു കൊന്നേനെ, ശവങ്ങൾ വാരി മാറ്റിയേനെ എന്ന അക്രമവർത്താനം മാത്രമായിരുന്നു സംഘബുദ്ധിജീവി തുപ്പിയ വൃത്തികേട്. അവിടെ കൂടിയ പെൺകുട്ടികൾ റേപ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്ന മട്ടിൽ വൈകൃതവും ഹിംസയും കൂട്ടിക്കുഴച്ച് ഫോർത്തറേറ്റ് നാറുന്ന വാക്ക് വാരിയെറിഞ്ഞ് ആ രാത്രി അയാൾ കിടക്കുന്ന തടവറത്തറയിലാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? പി ശ്യാമരാജ്, ടി ജി മോഹൻദാസ് പറഞ്ഞ വൃത്തികെട്ട വർത്താനം RSS തള്ളി പറഞ്ഞത് ഒരു കാപട്യമായിരുന്നു. ശ്യാമരാജ് കൂടെ പോയി നിൽക്കാനാണെങ്കിൽ ഹാഷ്മി മറ്റേ നിങ്ങളുടെ ഈ ഡിബേറ്റിന്റെ മുമ്പ് തുടക്കത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ കഥാപ്രസംഗം പോലെ വേണമെങ്കിൽ എന്തൊരു അധമ മാധ്യമ പ്രവർത്തനമാണ് താങ്കൾ നടത്തുന്നതൊക്കെ എനിക്കാണെങ്കിൽ തുടക്കത്തിൽ ചോദിക്കാം. കാരണം ഈ വിഷയത്തിൽ നമ്മൾ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തതാണ്. ഈ വിഷയത്തിൽ നമ്മൾ തന്നെ മിനിറ്റുകളോടെ നിന്ന് തർക്കിച്ചതുമാണ്. അതിലെന്താണ് ഞങ്ങളുടെ നടപടി എന്നും ഞങ്ങളുടെ നിലപാടുകളെന്നും എത്രയോ തവണ വിശദീകരിച്ച് കഴിഞ്ഞു തന്നെയാണ്. നിലവിൽ കേരളത്തിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റേണ്ടത് കൊണ്ട് പല വിഷയങ്ങൾ എടുത്തുകൊണ്ടുവരും. ആ വിഷയത്തിൽ ഇങ്ങനെ തൂങ്ങിക്കടിച്ചുകൊണ്ട് വീണ്ടും ഇത് തന്നെ ചർച്ച ചെയ്യാൻ പറഞ്ഞ വല്ലാത്ത കഷ്ടമാണ് എൻ്റെ ഹാഷ്മി. ഇതൊക്കെ എത്രയോ തവണ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എത്രയോ തവണ എന്താ സംഭവിച്ചിട്ടുള്ളത്? ആ വാക്കുകളൊന്നും അല്ല പ്രശ്നം. അല്ല, ആ വാക്കുകളൊന്നും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രധാനമന്ത്രിയുടെ മാതാവിനെ, മരിച്ചുപോയിട്ടുള്ള മാതാവിനെ അടക്കം എത്രയോ മോശമായിട്ട് ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി, ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടും ഹാഷ്മി ചർച്ചയ്ക്ക് എടുത്തോ? ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുഴുവൻ ഞങ്ങൾ പരാതി കൊടുത്തു. ഹാഷ്മി ചർച്ചയ്ക്ക് എടുത്തോ? ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഈ വിഷയം മന്ത്രിയുടെ മരിച്ചുപോയ അമ്മേനല്ലേ പറയുന്നത്? എന്താ നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാത്തത്? എന്താ ഒരു വാർത്ത പോലും കൊടുക്കാൻ വേണ്ടി പറ്റാത്തത്? എന്താ നിങ്ങൾക്ക് ഈ സർക്കാരിന്റെ പ്രതിനിധിയോട് ചോദിക്കാൻ വേണ്ടി പറ്റാത്തത്? നമ്മൾ കുറെ ദിവസമായാലും ചർച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട്. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഈ വിഷയത്തിന് എത്ര തവണ ഞങ്ങൾ ജാൻമണി എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ? ജാൻമണിയും ടി ജി മോഹൻദാസിനെയും താങ്കൾ ഒരുപോലെ കാണുകയാണ്. പേര് പോലെ നിങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, ജാൻമണിയും ടി ജി മോഹൻദാസിനെയും താങ്കൾ ഒരുപോലെ കാണുകയാണ്. ഒരു മരിച്ചുപോയ ഒരു സ്ത്രീക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. മരിച്ചുപോയ ഒരു സ്ത്രീക്കെതിരെയാണ് മോശമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ ഹാഷ്മിക്ക് പൊള്ളാത്തത്? ജാൻമണി മാപ്പ് പറഞ്ഞില്ലേ ശ്യാംരാജ്? ഹാഷ്മി ഇത് ഇയാൾക്ക് മാപ്പ് എന്ന വാക്കറിയാവോ? ന്യായീകരിക്കായിരുന്നില്ലേ? ഒന്നാമത് ജാൻമണിയെയും മോഹൻദാസിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ശ്യാംരാജ്, ഈ പറയുന്ന ടി ജി നിങ്ങളുടെ ബൗദ്ധിക സംഘത്തിന്റെ തലവനായിരുന്നു. ജാൻമണിയെ പോലെയല്ല. പറഞ്ഞത് വന്ധ്യവേദകയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ്. മനസ്സിലായോ? ഒരു കേസും എടുത്തിട്ടില്ല. ഹാഷ്മി ഒന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മാതാവിനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യവിരുദ്ധതയും വൃത്തികേടും തോന്നിയവാസം പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞു. അതിനെ ന്യായീകരിക്കായിരുന്നില്ലേ? അയാളെ സ്വീകരിക്കാനല്ലേ സംഘത്തിന്റെ പ്രാന്തകാര്യവാഹ പ്രമുഖന്മാരൊക്കെ പോയി കാത്തിരുന്ന കോടതിക്ക് മുന്നിൽ? ഈ വിഷയത്തിൽ ചർച്ച നടത്തിയതാണല്ലോ ഹാഷ്മി. എന്തെങ്കിലും കിട്ടുമ്പോൾ ഈ എല്ലിക്കഷ്ണത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന മാതിരിയുള്ള റേറ്റിംഗിന് വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾക്കാണ് അധമ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഹാഷ്മി, നിങ്ങൾ കാണിക്കുന്നതും ഇരട്ടത്താപ്പാണ്. നിങ്ങൾ സോഷ്യൽ കമ്മിറ്റ്മെന്റിന് അപ്പുറത്തേക്ക് ടെലിവിഷൻ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെയും ഒരു വിഷയം തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിങ്ങളുടെ റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ചർച്ച നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ മരിച്ചു പോയിട്ടുള്ള എത്രയോ പ്രായമുള്ള സ്ത്രീയെ കുറിച്ചിട്ട് വരെ മോശമായിട്ട് പറഞ്ഞ ജാൻമണി എന്നുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, എന്തായാലും അറിയപ്പെടുന്ന വ്യക്തിയാണല്ലോ. ഈ ചർച്ചയിൽ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. ശരി, ഞാൻ തള്ളി പറയുന്നു. ജാൻമണി തന്നെ മാപ്പ് പറഞ്ഞേ. ജാൻമണി തന്നെ മാപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞ തെറ്റായി മാപ്പ് പറയുന്നു. ജാൻമണി പോലെ തള്ളി പറഞ്ഞു. ഇയാള് തള്ളി പറഞ്ഞോ? 5 മിനിറ്റ് ഇയാള് വൃത്തികേട് പറഞ്ഞത് ഒരു തെറ്റാണെന്ന് പറഞ്ഞോ?
ഹാഷ്മി തള്ളി പറയേ. അത് ഇതൊന്നും അല്ല, ശുദ്ധ പോകരുതരം തന്നെ. ഹാഷ്മിയുടെ ആദ്യത്തെ വാചകം എന്താ? നിങ്ങളുടെ ഈ ചർച്ചയിലെ ഇൻട്രോ എന്താണ്? അതിനോട് നിങ്ങൾ മാന്യത പുലർത്തുന്നുണ്ടെങ്കിൽ, അതിനോട് നിങ്ങൾ സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ തള്ളി പറയേ ജാൻമണിയെ, പറയുന്നു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. പ്രധാനമാണ്. കേരളത്തിലെ എന്നല്ലേ ഒരു സ്ത്രീയെ പറയട്ടെ, ഒരു സ്ത്രീയെ കുറിച്ചിട്ട് മോശമായിട്ട് പറയാൻ പാടില്ല. ഒരു സ്ത്രീയെ കുറിച്ചിട്ട് മോശമാക്കി പറയാൻ പാടില്ല. പാടില്ല. ഹാഷ്മി തള്ളി പറയും. പ്രധാനമന്ത്രിയുടെ അമ്മയല്ല, ഒരു സ്ത്രീയെയും തള്ളി പറയാൻ പാടില്ല, ഒരു സ്ത്രീയോട് വൃത്തിയോട് പറയാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഹാഷ്മി തള്ളി പറയുന്നേ. ചാനലിലൂടെ ആർക്കാണ് തർക്കം? അല്ല, ജാൻമണിയെ തന്നെ തള്ളി പറഞ്ഞു. ജാൻമണിയെ തന്നെ തള്ളി പറഞ്ഞു. ഇവിടെ ശ്യാംരാജ് വന്നിരുന്ന ഒരു നാലാംകിട വൃത്തികേട് പറഞ്ഞിട്ട് മാപ്പ് പറയാൻ മടിയില്ലാത്ത ഒരുത്തിനു വേണ്ടി ന്യായീകരിക്കുക. ഇവിടെ നാലാംകിട വൃത്തികേട് വർത്താനം പറഞ്ഞിട്ട് അതിലൊട്ടും ഖേദമില്ലാത്ത ഒരു മനുഷ്യവിരുദ്ധത്തിന് വേണ്ടി ന്യായീകരണം ശ്യാംരാജ് കഷ്ടമാണേ. ശ്യാംരാജൊക്കെ ബോധവും വിവരമുള്ള മനുഷ്യരല്ലേ, അങ്ങനെ ചെയ്യാവോ? വെറും ഫേക്ക് ആണ് നിങ്ങൾ. ഹാഷ്മി എന്ന് പറയുന്നയാൾ വെറും ഫേക്ക് ആണ്. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങളുടെ തുടക്കത്തിലെ നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ. ആരാണെങ്കിലും ഏത് പൊന്നുതമ്പുരാനാണെങ്കിലും സ്ത്രീ അധിക്ഷേപം നല്ലതല്ല. എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും നിലപാട് അത് തന്നെയാ. പക്ഷെ അത് ന്യായീകരിക്കാൻ വേണ്ടി ജാൻമണി എടുത്തുകൊണ്ട് വരുന്നത് എന്തിനാണ് RSSന്റെ പ്രാന്ത നേതാക്കൾ അവിടെ പോയി ഇയാളെ കാത്തു നിൽക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ പുറത്ത് തള്ളി പറയുകയും ഉള്ളിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ്. അതിനാണ് കാപട്യം എന്ന് പറയുന്നത്. എക്സാക്ട്ലി ഇരട്ടത്താപ്പ്. ആ വാക്ക് തന്നെ എനിക്ക് കിട്ടിയില്ല. വാക്ക് എക്സാക്ട്ലി ആ ഇരട്ടത്താപ്പ് ആ വാക്ക് തന്നെയാണ്. പറ്റൂല ഹാഷ്മി, പറയില്ലേ നിങ്ങൾ ഈ വൈകുന്നേരം ഈ ചാനലിൽ ടെലിപ്രോംപ്റ്ററിൽ വന്നിരുന്നിട്ട് പറയുന്നില്ല ഇരട്ടത്താപ്പാണ്. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ ജാൻമണിയെ തള്ളി പറയും. ചാനലിലൂടെ പറയും, കേൾക്കട്ടെ, പ്രേക്ഷകർ കേൾക്കട്ടെ, കണ്ടുകൊണ്ടിരിക്കുന്ന ആരും കേൾക്കട്ടെ. ആയിക്കോട്ടെ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. 2017 ആർത്തുങ്കൽ പള്ളി വിവാദം, 2018 ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദം, അതുപോലെ തന്നെ മാൻഹോളിൽ കോഴിക്കോട്ടെ മാൻഹോളിൽ അഴുക്കുചാൽ മാൻഹോളിൽ നൗഷാദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ആനുകൂല്യം പ്രഖ്യാപിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് TG മോഹൻദാസ് അല്ലേ. അതിനുശേഷം കേരളത്തിലെ ചില മലയാള സിനിമകളിൽ പേരെടുത്ത് ഞാൻ പറയാം, സൗദി വെള്ളക്ക, അതുപോലെ തന്നെ സുഡാനി ഫ്രം നൈജീരിയ എന്നീ സിനിമകളിലൊക്കെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ ഈ പറയുന്ന TG മോഹൻദാസ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ 13ഓളം പരാതികൾ കേരളത്തിലെ വിവിധ അതൊക്കെ വിവരക്കേടാണ്, ആൾക്കാർക്ക് മനസ്സിലാവും, ആൾക്കാർ ചിരിച്ചോളും. അത് അത്തരം ബോധം കേരളത്തിലുണ്ടല്ലോ. എങ്ങനെയുണ്ട് വളഞ്ഞു പറഞ്ഞോ? ജാമ്യാപേക്ഷയിലും ജാമ്യത്തിന്റെ പ്രോസിക്യൂഷൻ നടപടികളിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കേവലം ഒരു പ്രതിക്ക്, ഇത്രയും വകുപ്പുകൾ ചുമത്തപ്പെട്ട ഒരു പ്രതിക്ക് ഇങ്ങനെ സിമ്പിളായിട്ടൊരു ജാമ്യം കൊടുക്കാൻ പാടില്ല. ഞാൻ കോടതി ഉത്തരവ് കണ്ടിട്ടില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രായവും രോഗവും കണക്കിലെടുത്താണ് ഈ ജാമ്യം നൽകുന്നത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്രയും ഗുരുതരമായ, സമൂഹത്തിന് ഇത്രയും വിപത്താവുന്ന ചില നാക്കുകൊണ്ട് നടക്കുന്ന ചില ആളുകളെ പിടിച്ചു കെട്ടേണ്ട ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനുണ്ട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അതല്ലെങ്കിൽ ഏതെങ്കിലും കോടതികളുടെ പ്രോസിക്യൂഷൻ അതിന് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനുണ്ട്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. ഇവിടെ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഈ വന്ദേമാതരം എല്ലാവരും ചൊല്ലണമെന്ന് നിർബന്ധിക്കുന്ന ഒരു ഉത്തരവില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ നിർബന്ധിച്ച് ഉത്തരവിറക്കിയാലും സുപ്രീം കോടതി അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെയുള്ളത് ഹർഹർ തിരങ്ക നിർദ്ദേശമായിരുന്നു, ഈ പറഞ്ഞ ചീഫ് സെക്രട്ടറി അടക്കം നിർദ്ദേശമാണ്. ഇതൊന്നും നിർബന്ധിതാവസ്ഥയിലുള്ളതല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന വന്ദേമാതര വിവാദത്തിൽ താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ് ശ്യാം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്ദേമാതരം എല്ലാവരും മുഴുവനായിട്ടും ആലപിക്കേണ്ടത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ചു എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആരെയും ശക്തമായിട്ട് നിർബന്ധിക്കണം എന്നൊരു ആഗ്രഹമുള്ള ആളുകളൊന്നുമല്ല ഞങ്ങൾ. ഇവരൊക്കെ ഏതെങ്കിലും ഒക്കെ കാലത്ത് ആലപിക്കേണ്ട ഒരു കാലഘട്ടം വരുമെന്നേ. വന്ദേമാതരത്തിൻ്റെ ഒരു ചരിത്രം നിങ്ങൾ എടുത്തു നോക്കി. 1870-കളിൽ ഒന്ന് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമ്മളെ കായികമായിട്ട് മാത്രമല്ല ആക്രമിച്ചിട്ടുള്ളത്, മാനസികമായിട്ടും ശാരീരികമായിട്ടും സാംസ്കാരികമായിട്ടൊക്കെ നിങ്ങൾ ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന അടിച്ചമർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. വന്ദേ മാതരം, അമ്മേ ഭാരതമാതാവേ നിന്നെ ഞങ്ങൾ നമിക്കുന്നു, നീ മലകളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായിട്ടുള്ള ഭംഗിയുള്ളവളാണ്, നീ അബലയല്ല, നീ ശക്തിയുള്ളവളും ശത്രുക്കളെ നിഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയുന്നവളുമാണ്, നീ ദുർഗയുടെ ശക്തിയുള്ളവളും ലക്ഷ്മിയുടെ സമ്പത്തുള്ളവളും ആ സരസ്വതിയുടെ അത്ര ജ്ഞാനമുള്ളവളും ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഒന്ന് പ്രകീർത്തിക്കാനും സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഉണർവുണ്ടാകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന അത് അറിയുകയും ചെയ്യാം. പറയട്ടെ ഇടയ്ക്കാറില്ലേ ഈ അവിടെയാണ് പ്രശ്നം. എനിക്ക് പറയാൻ പറ്റുന്നത്
ചരിത്രത്തെ ശ്യാംരാജ് വളച്ചൊടിക്കുന്നു. അവിടെയാണ് പ്രശ്നം. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ പണ്ടാരെ സമയമല്ലേ പാരേട്ടനെ നിങ്ങളുടെ സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സമയത്ത് ഞാൻ മിണ്ടായിരുന്നു കേട്ടില്ലേ? ഈ പറഞ്ഞ ആരാന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ആരാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്? ഇതെനിക്ക് ബഹുമാനപ്പെട്ട കൊൽക്കത്ത ഹൈക്കോടതി ചോദ്യമാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിച്ചു എന്ന് പറഞ്ഞിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. വന്ദേ പോയിന്റ്. ആ സ്ഥിതിക്ക് ഇനി മത്സരം വേണ്ട, വഷളാകുവേ. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് നിർബന്ധിക്കാൻ പറ്റില്ലെന്ന്. ഹൈക്കോടതിക്ക് മേഖലയാണ് സാർ. സതീഷ് ആ ഉത്തരവിലെ അവസാനം സഞ്ജയ് പറഞ്ഞ പോലെ അവസാനം ഒരു വായിച്ച ചില മാധ്യമങ്ങൾക്ക് പിഴവ് സത്യമാണത്. ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കിയത് പിഴവാണ്. അതിനുമുമ്പ് ഓഗസ്റ്റ് 14 SOP സർക്കാർ പുറത്തിറക്കി. അതുകൊണ്ട് വന്ദേ മാതരം വിവാദത്തിൽ യഥാർത്ഥത്തിൽ സതീഷ് കഴമ്പുണ്ടോ ഈ പറയുന്ന പോലെ? നിർബന്ധിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് പോലെ നിങ്ങൾ സുപ്രീം കോടതിയെയും ചരിത്രം വളച്ചൊടിക്കല്ലേ? ഒരു കാര്യം പ്രാധാന്യം അർഹിക്കുന്നത് വന്ദേ മാതരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. Yeah.